ഇന്ന് നമുക്ക് വില്യമംഗലം കൃഷ്ണനും കൂടിയിട്ടുള്ള ഒരു കഥ നമുക്ക് പറഞ്ഞാലോ. നമുക്കറിയാം, ഗുരുരമ്മ അമ്മയാണെങ്കിൽ വില്യമംഗലം അച്ഛനാണ്. ഭഗവാന് രണ്ടാളും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഇന്ന് വില്യമംഗലത്തിനെ ഉണ്ണിക്കണ്ണൻ പറ്റിച്ച ഒരു കഥയാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഒരു ദിവസം വില്യമംഗലം എന്നും ഉള്ള പോലെ തന്നെ ഭഗവാന് പുളിയില്ലാത്ത വെണ്ണയും തൈരും, പുളിയില്ലാത്ത തൈരും നല്ല വെണ്ണയും അതുപോലെ തന്നെ ചോറും പാലും പായസവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കണ്ണനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, വില്യമംഗലം അമ്പലത്തിലെ പൂജാരിയാണല്ലോ. അപ്പോൾ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭഗവാൻ ഓടി അതിൻ്റെ ഉള്ളിൽ വരിക ചെയ്യുക. കാരണം വില്യമംഗലത്തിന് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും ഭഗവാനെ കാണാൻ പറ്റില്ല. വില്യമംഗലത്തിൻ്റെ കൂടെ ഓടി നടക്കും, കൈ പിടിക്കും, തലയിൽ കയറിയിരിക്കും, ചെവിയിൽ വന്ന് ചെവി കടിക്കും, മുടി വലിച്ച് പറിച്ചിടും, അതൊക്കെ ചെയ്യും. അതൊക്കെ വികൃതികൾ ധാരാളമാണ്. അതുപോലെ നേദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് നൃത്തം ചെയ്യും. നമുക്കറിയാം ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് വികൃതി ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കുറൂരമ്മ പായസത്തിൻ്റെ ഉരുളിയിൽ കയറിയിട്ട്, കുറൂരമ്മയുടെ പായസത്തിൻ്റെ ഉരുളിയിൽ കയറിയിട്ട് ഭഗവാൻ കാണിച്ചില്ലേ, അതേപോലെ തന്നെയാണ് വില്യമംഗലം സ്വാമിയാരുടെ അടുത്തും. അങ്ങനെ വികൃതിയാണ്, കൊഞ്ചി കുഴഞ്ഞ് സ്വാമിയാരങ്ങനെ കഷ്ടപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം സാധാരണ വില്യമംഗലം സ്വാമിയാര് ഭഗവാന് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നല്ല പശുവിൻ പാലിൽ ചോറ് ഇട്ടിട്ട് വേവിച്ചിട്ട് അതിൽ പഞ്ചസാര ചേർത്തിട്ടാണ് വില്യമംഗലം എന്നും ഭഗവാന് പായസം വയ്ക്കുക. ആ പായസമാണ് ഭഗവാന് ഇഷ്ടം. അത് വയ്ക്കാന്ന് മാത്രമല്ല, അതിങ്ങനെ ആ ഒരു കുറുകിയിട്ട് ആ ഉരുളിയിലെ 4 ഭാഗവും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അത്രയും സ്വാദോട് കൂടിയിട്ടാണ് വില്യമംഗലം ഭഗവാന് പായസം വയ്ക്കുക. അങ്ങനെ ഒരു ദിവസം വില്യമംഗലം പായസം വെച്ചിട്ട് ആ ഉരുളി അടുക്കളയിൽ വെച്ചിരിക്കുക, അങ്ങോട്ട് മാറ്റി വെച്ചിട്ടില്ല. ചില തടപ്പുള്ളിയിൽ, അമ്പലത്തിൻ്റെ തടപ്പുള്ളിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ പായസം അതിലിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടി, സ്വതവേ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കാണ് എപ്പോഴും ഉണ്ണിക്കണ്ണൻ ഓടി വരിക. പക്ഷെ ഇന്ന് വില്യമംഗലം